മദ്രസയുടെയൊക്കെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ടവർ, വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ മദ്രസയിലെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, ഈ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഈ മഹനീയമായ മജ്‌ലിസിനെ വളരെ സന്തോഷകരമായി ഈ മജ്‌ലിസിന്റെ നിറസാന്നിധ്യങ്ങളായി മാറിയ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, അതുപോലെ ഉപ്പമാരൊക്കെ ഇരിക്കുന്നത് കൊണ്ട് സ്റ്റേജിലേക്ക്, നമ്മുടെ സദസ്സിലേക്ക് വന്നില്ലെങ്കിലും വയല് കഴിയുന്നതുവരെയും ആ മതിലിന്റെ ഭാഗത്തും റോഡിന്റെ സൈഡിലൊക്കെ നിന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് പ്രഭാഷണം ശ്രവിക്കുന്ന എൻ്റെ കരളിന്റെ കഷണങ്ങളായ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, പ്രിയപ്പെട്ട ഉമ്മമാർ, കൊച്ചുമക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടലിനെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഖബറിടങ്ങളെ അല്ലാഹു സ്വർഗത്തിന്റെ വീടാക്കി, അല്ലാഹു സന്തോഷത്തിന്റെ വീടാക്കി അല്ലാഹു തആല മാറ്റട്ടെ. ഈ മഹനീയമായ പരിശുദ്ധമായ ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന ആരുടെയൊക്കെ മനസ്സുകളിൽ എന്തൊക്കെ നീയത്തുകളുണ്ടോ ആ നീയത്തുകളൊക്കെ അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ബഹുമാനമുള്ള ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങളെല്ലാവരും പരിശുദ്ധമായ പവിത്രമായ ദീനിന്റെ മജ്‌ലിസിലേക്ക് നിങ്ങൾ കടന്നിരിക്കുന്നവരാണ്. ഈ ഇരിക്കുന്ന നിങ്ങളെ കണ്ടാൽ എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടെന്ന്. നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നവരും നമ്മുടെ കൈപിടിക്കുന്നവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നവരാണ് എന്ന് എനിക്കുറപ്പില്ല. എല്ലാ സങ്കടങ്ങൾക്കും, എല്ലാ സങ്കടങ്ങൾക്കും, എല്ലാ വേദനകൾക്കും, എല്ലാ കഷ്ടപ്പാടുകൾക്കും ഒരു പരിഹാരമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ദീന് പറയുന്ന മജ്‌ലിസ് എന്നുള്ളത്. എന്തേ കാരണമെന്നറിയോ? ദീന് പറയുന്ന മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് ഒരാളുടെ ഖൽബിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുള്ള ആഗ്രഹം അവിടെ അവൻ നീയത്ത് വെച്ച്, അല്ലെങ്കിൽ ആ ഒരു പെങ്ങള്, ആ സഹോദരി അവിടെ നിന്ന് നീയത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അവരുടെ ആഗ്രഹത്തെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. എന്തേ കാരണമെന്നറിയുമോ? നമ്മൾ ഇരിക്കുന്നത് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് എന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് കടത്തിന്റെ കെണിയിൽപ്പെട്ട ഒരു സ്വഹാബി, ഒരുപാട് വേദനകളും സങ്കടങ്ങളുമായി വീടിന്റെ അകത്തട്ടിൽ കഴിഞ്ഞ ഒരു സ്വഹാബി, പടച്ചവനെ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് ഒന്ന് കടന്നു വന്നിട്ട് പറയാണ്, അബൂബക്കർ, വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് എനിക്ക് സമാധാനം വരുന്നില്ല. വല്ലാത്ത വേദനയാണ്, വല്ലാത്ത ദുഃഖമാണ്. പക്ഷേ വേണ്ടുന്നത്ര ജോലിയൊന്നും എനിക്കില്ല. എന്റെ മക്കളും പട്ടിണിയാണ്. എന്റെ ജീവിതത്തിന്റെ സന്തോഷത്തിലൂടെ കടന്നു വന്ന എന്റെ പ്രിയതമയും ആ വീടിന്റെ അകത്തട്ടിൽ സങ്കടത്തോടെ വേദനയോടുകൂടിയിട്ട് കഴിഞ്ഞുകൂടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ദുആരക്കണം. മഹാനുഭാവനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു, ഞാൻ ദുആ ചെയ്താൽ ഒരുപക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചേക്കാം. അതിനേക്കാൾ നിന്റെ ദുആക്കും നിന്റെ ഖൽബിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുള്ള ആ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിനെ പറ്റി പറയുന്ന, ഹബീബിനെ പറ്റി പറയുന്ന, നമ്മളാകുന്ന സ്വഹാബത്തിനെ പറ്റി പറയുന്ന പരിശുദ്ധവും പരിപാവനവും പവിത്രവും മഹനീയവുമായ അല്ലാഹുവിന്റെ കലാമിനെ പറ്റി പറയുന്ന ഒരു മജ്‌ലിസ് നിനക്ക് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നീ ആ മജ്‌ലിസിലേക്കൊന്ന് കടന്നു പോവുക. ആ മജ്‌ലിസിലേക്കൊന്ന് കടന്നുപോയി നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് നിന്റെ ഖൽബൊന്ന് കൊടുത്ത്, ഇനി അവിടെ പറയുന്ന ഒന്നും നിനക്ക് മനസ്സിലായിട്ടില്ല, എന്നാലും നിന്റെ ഖൽബിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. പടച്ചവനെ, ജീവിതത്തിന്റെ സങ്കടത്തിന്റെ കണ്ണീരിന്റെ ദുഃഖത്തിന്റെ ദുരിതത്തിന്റെ ദുരൂഹതയുടെ വഴികളിലൂടെ ഈ മജ്‌ലിസിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്. എനിക്ക് സമാധാനമില്ല, എനിക്ക് കടങ്ങളാണ്, എനിക്ക് നൊമ്പരങ്ങളാണ്. അതുകൊണ്ട് അർഹമുർ റഹീമായ റബ്ബേ, ഈ മജ്‌ലിസിന്
മജ്‌ലിസിന് ബറക്കത്തുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിലേക്ക് എന്റെ ഖൽബിന്റെ നിയ്യത്തുകൾ വെച്ചിട്ട് ഈ ദീന് പറയുന്ന മജ്‌ലിസിൽ ഞാൻ ഇരിക്കുകയാണ്. മഹാനുഭാവൻ അവിടെ ഇറങ്ങിയിട്ട് സഞ്ചരിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മദീനത്തിന്റെ മണിമുത്തിന്റെ വാക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, സങ്കടത്തോടെ വേദനിക്കുന്ന ഹൃദയത്തോടെ പിടക്കുന്ന ഹൃദയത്തോടെ ആ കാലുകളോടെ വിറക്കുന്ന ചുണ്ടുകളോടെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ മജ്‌ലിസിലൊന്ന് കടന്നിരുന്നിട്ട് അവിടുന്ന് മനസ്സ് പൊട്ടിയിട്ട് ഇങ്ങനെ ഖൽബിൽ ഇങ്ങനെ പറയുന്നല്ലാ, കടങ്ങളാണ് പടച്ചവനെ, വേദനകളാണ് പടച്ചവനെ. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ കടങ്ങൾ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റണേ അല്ലാ. എന്തിനാ ഞാൻ ഇത് പറയുന്ന എന്നറിയോ? ഇവിടെ കടന്നിരിക്കുന്ന നിങ്ങൾക്കൊരിക്കലും നഷ്ടപ്പെടാനൊന്നുമില്ല, സങ്കടപ്പെടാനൊന്നുമില്ല, ദുഃഖപ്പെടാനൊന്നുമില്ല. എന്തേ കാരണമെന്നറിയുമോ? ജീവിതത്തിന്റെ സകലമായ അഭിലാഷങ്ങളും അല്ലാഹുവിന്റെ ദീന് പറയുന്ന മജ്‌ലിസിൽ ഇരുന്നാൽ അത് അവർക്ക് ലഭിക്കുമെന്ന് പഠിപ്പിച്ച ഒരേ ഒരു നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരിക്കലും നമുക്കത് നഷ്ടപ്പെടാനില്ല, ഒരിക്കലും നമുക്കത് ഇല്ലാതാകാനായിട്ട് നമുക്കൊന്നുമില്ല. അതുകൊണ്ടാണ് അവിടെ അള്ളാന്റെ ഹബീബിന്റെ ദീനിന്റെ മജ്‌ലിസിലേക്കൊന്ന് കടന്നു വരണമെന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തി അവിടെ നിന്ന് ഞാൻ ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്‌ലിസിന്റെ സമാപനത്തില് ഇൻഷാ അല്ലാഹ് ഖൽബ് പൊട്ടിയിട്ട് നമുക്ക് ബീവി റഹ്മത്തിനെ പറ്റിയിട്ട് പറയണമല്ലോ. അല്ലാഹുവേ, ഒന്നാമത്തെ ദിവസം മുതൽ ഈ സമയം വരെ സമയം കണ്ടെത്തിയിട്ട് ദീനിന്റെ മജ്‌ലിസിൽ വന്നവരാട് എല്ലാം വാരിയെറിഞ്ഞിട്ട് വലിച്ചെറിഞ്ഞിട്ട് ഇനി എന്ത് ജോലിയുണ്ടെങ്കിലും അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ ഓടി വന്ന ബാപ്പമാരുണ്ടല്ലോ, ഇവിടെ ഓടി വന്ന ഉമ്മമാരുണ്ടല്ലോ. കരുണക്കടലായ അല്ലാഹ് അവർക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസിലാ നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്. നബി തങ്ങൾ എന്താണ് ചോദിച്ചത് എന്നറിയോ? സ്വഹാബാ അലാ ഉഖ്ബിറുകും ബിഖൈരി മാ യകുൻസുൽ മർഉ. എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ, നിങ്ങൾക്ക് ഞാൻ അറിയിപ്പിച്ചു തരട്ടെ, ലോകത്തെ ഏറ്റവും വലിയ നിധി ഏതെന്നറിയോ? ലോകത്തെ ഏറ്റവും വലിയ നിധി ഏതെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് കിട്ടുന്ന അമ്പറുകളല്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വജ്രങ്ങളല്ല, എന്റെ പെങ്ങളെ നമ്മുടെ കയ്യിലുള്ള സ്വർണങ്ങളല്ല, പിന്നെ ഏതാണ് ഏറ്റവും നല്ല നിധിയെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരട്ടെ എന്ന് സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ സ്വഹാബത്ത് പറയാണ്, ബലാ യാ റസൂലല്ലാഹ്, പറയണം നബിയേ, പറയണം, ഏതാണ് ലോകത്തെ ഏറ്റവും വലിയ നിധിയെന്ന്, അത്ഭുതകരമായ നിധി ഏതാണെന്ന് പറയുമോ? ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിക്കുന്ന, ഒരിക്കലും കളവ് പറയാത്ത റിസാലത്തിന്റെ ചുണ്ടുകൊണ്ട് പറഞ്ഞു, അൽ മർഅത്തു സ്വാലിഹാ. പെങ്ങളെ, പെങ്ങളെ, പഠിച്ചുകൊള്ളുക, ലോകത്തെ ഏറ്റവും വലിയ നിധി ഏതെന്നറിയോ? അത് സ്വാലിഹത്തായ പെണ്ണാണെന്ന് പഠിപ്പിച്ചത് ഒരിക്കലും കളവ് പറയാത്ത അല്ലാഹുവിന്റെ റസൂല. എന്നിട്ടോ നബി തങ്ങൾ അവിടെ നിന്ന് നിർത്തിയിട്ടില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ആരാണ് സ്വാലിഹത്തായ പെണ്ണെന്നറിയോ? ഇദാ നളറ ഇലൈഹാ സർറതുഹു വഇദാ അമറഹാ അതാഅതുഹു വഇദാ ഗാബ അൻഹാ ഹഫിൽതുഹു ഫീ നഫ്സിഹാ വമാലിഹാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിധികളെ പറ്റി പറഞ്ഞിട്ട് എന്റെ ശബ്ദം ശ്രവിക്കാൻ നമ്മുടെ ഈ പന്തലിന്റെ നാനാഭാഗത്ത്, നാലു ഭാഗത്തും ഒരുമിച്ചിരിക്കുന്ന എന്റെ ഉമ്മമാരോടാണ് പറയുന്നത്, ഏറ്റവും വലിയ നിധി നിങ്ങളാ പെങ്ങളെ. അൽ മർഅത്തു സ്വാലിഹാ, സ്വാലിഹത്തായ ഒരു പെണ്ണാട്. ആരാണ് സ്വാലിഹത്ത്? ഇദാ
നളറ ഇലൈഹാ സർറതുഹു. ഭാര്യയിലേക്ക് ഭർത്താവെന്ന് നോക്കിക്കഴിഞ്ഞാല് ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാ പടച്ചവനെ ആ ഭർത്താവിന് സന്തോഷം കിട്ടുന്ന, ആ പ്രിയപ്പെട്ട ഭർത്താവിന് ഒരു ആനന്ദം കിട്ടണം. ചിരിക്കുന്ന വദനത്തോടെ ഭർത്താവിനെ സ്വീകരിക്കുന്ന പെങ്ങള്, അങ്ങനെ ഉള്ള പെണ്ണാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ നിധി എന്ന് പഠിപ്പിച്ചത് മദീനത്തിന്റെ മണിമുത്ത. എന്റെ പൊന്നു പെങ്ങന്മാരൊന്ന് ചിന്തിച്ചു നോക്ക്. എത്രയോ ദിവസങ്ങൾ വഴക്കുണ്ടാക്കിയിട്ട് കിടന്നിട്ടുണ്ട്, ഭർത്താവിന്റെ മുഖത്ത് നോക്കാതിരുന്നിട്ടുണ്ട്. വീട്ടിലേക്കൊന്ന് കടന്നു വരുമ്പോ അവരോട് നല്ല വർത്തമാനം പറയാതിരിക്കുന്നവരുണ്ട്. ഇതാ നളറ ഇലൈഹാ സർറതുഹു. ഇന്ന് കിൽത്താൻ ദ്വീപിന്റെ മണ്ണിൽ കടന്നിരിക്കുന്ന എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങൾക്കുമാകാൻ പറ്റും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ നിധി എന്ന് പറയുന്നവരുടെ കൂട്ടത്തില് എന്റെ നാലു ഭാഗത്തിരിക്കുന്ന എന്റെ ഉമ്മമാർക്കുമാകാൻ പറ്റുമല്ലോ. എന്റെ കരളിന്റെ കഷണങ്ങളായ പെങ്ങന്മാരൊന്ന് മനസ്സ് വെച്ചാ മതിയല്ലോ. അതിന്റെ ഒന്നാമത്തെ വഴിയാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അവിടെ നിന്ന് മലമറിക്കുന്ന പണി ചെയ്യണ്ട. പിന്നെ എന്താണ് ചെയ്യേണ്ടെന്ന് എന്നറിയോ? ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോ എന്റെ പെങ്ങളെ അവരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാലും മതിയല്ലോ. എന്തിനേറെ മഹാനരായ അലിയൻ കറമഹുല്ലാഹ്, അലിയാർ തങ്ങളുടെയും ഫാത്തിമ ബീവിയുടെയും ചരിത്രങ്ങള് എത്ര പറഞ്ഞാലും തീരില്ലല്ലോ, എത്ര വർണ്ണിച്ചാലും തീരില്ലല്ലോ, എത്ര പറഞ്ഞാലും നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഒരു വേള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്, ജോലിക്ക് വേണ്ടിയിട്ട് കടന്നു പോവുകയാ. നേരം വെളുത്തിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്കിന്റെ ധ്വനിയെന്ന കർണപുടങ്ങളിലേക്ക് അടിച്ചു കയറുമ്പോ ആ സമയം മുതൽ ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. എന്തേ കാരണമെന്നറിയോ? തലേ ദിവസം ഹസനും ഹുസൈനും എന്ന് പറയുന്ന പ്രിയപ്പെട്ട കുരുന്ന മക്കള് പാപ്പാന്റെ അടുക്കൽ വന്നിട്ട് വിശക്കുന്നുവെന്ന് പറയുമ്പോ എത്രയായാലും അത് കാണാതിരിക്കാൻ പറ്റുമോ? അലിയാർ തങ്ങൾ വാടിത്തളഞ്ഞിട്ടുണ്ട്, അലിയാർ തങ്ങൾക്ക് ക്ഷീണമുണ്ട്, അലിയാർ തങ്ങൾക്ക് സങ്കടമുണ്ട്. എത്രയോ ദിവസങ്ങൾ പട്ടിണി കിടന്ന അലിയൽ കറമഹുല്ലാഹ്, ആ അലിയാർ തങ്ങളുടെ പൊന്നുമക്കളുടെ കണ്ണുനീര് കാണുമ്പോ ഇറങ്ങി തിരിച്ചിട്ട് നേരം കെടുത്തിട്ട് ജോലിക്ക് വേണ്ടി കടന്നു പോയിട്ട് തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്ന സമയത്ത് പടച്ചവനെ അലിയാർ തങ്ങളുടെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്, കവിൾ തടങ്ങളിലൂടെ കണ്ണുനീര് ഒഴുകി വരുന്നുണ്ട്, വേദനയോടുകൂടിയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ അലിയാർ തങ്ങളുടെ കണ്ണു നിറഞ്ഞുവെന്നറിഞ്ഞ ഫാത്തിമ ബീവി പെട്ടെന്ന് തന്നെ ആ മുഖത്തിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയപ്പോ അലിയാരെ കണ്ണു നിറഞ്ഞിട്ട് കവിൾ തടത്തിലൂടെ കണ്ണുനീര് വലിച്ചു വന്ന ആ പാടുകളൊന്ന് കാണുമ്പോ പെട്ടെന്ന് എന്തേ ഫാത്തിമ ബീവി ചെയ്ത് എന്നറിയോ? ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു പെങ്ങളെ, ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു. അലിയാർ ദൂരത്തൊന്ന് വരുമ്പോഴേ ഫാത്തിമക്കറിയാ അവിടെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ട് വീടിന്റെ മുറ്റത്തേക്ക് ഓടി വരുന്നു. അലിയാർ തങ്ങളുടെ വരവ് കണ്ടപ്പോ ഫാത്തിമ ബീവിക്കോ മനസ്സിലായി, എന്റെ പ്രിയപ്പെട്ടവന് ജോലി കിട്ടിയില്ലല്ലോ, ഇന്നെന്റെ മക്കളെ എങ്ങനെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കോ? എന്റെ ഫാത്തിമയോട് ഞാൻ എന്ത് പറയോ? എന്റെ ഫാത്തിമ പട്ടിണിയാണല്ലോ. റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷണത്തെ ഈ പാവപ്പെട്ട അലിയാർ കയ്യില് അവിടെ പിടിച്ചേൽപ്പിച്ചിട്ട് എത്ര ദിവസമാണ് എന്റെ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹധർമ്മിണി പട്ടിണി കിടന്നത് എന്ന് പറഞ്ഞ് വേദനയോട് തലകുനിച്ചു വരുമ്പോ അണിഞ്ഞൊരുങ്ങി ഒരു പുതുനാരിയെ പോലെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ ഇറങ്ങി ചെന്നിട്ട് അലിയാർ തങ്ങളുടെ കൈ പിടിക്കുകയാണ്. ആ മുഖത്ത്
നോക്കിയിട്ട് ചിരിക്കുമ്പോ അലിയാർ തങ്ങൾക്ക് ചിരി വരുന്നില്ലല്ലോ. ഉടൻ തന്നെ ഇവിടുന്ന് ഫാത്തിമ ബീവി എന്തേ ചെയ്തയെന്നറിയോ? ചെറിയ ഒരു തമാശ പറയുകയാണ്. ആ ഒരു തമാശയില് അവിടെ അലിയാർ തങ്ങൾ ചിരിക്കുകയാണ്. ഫാത്തിമ, ഞാനെത്ര സങ്കടത്തിൽ വന്നാലും, ഞാനെത്ര വേദനയിൽ വന്നാലും, ഞാനെത്ര കണ്ണീരിന്റെ കടലോട് എന്റെ ഫാത്തിമാന്റെ മുമ്പിൽ വന്നാലോ, എന്റെ ഫാത്തിമ പൊന്നുമോള്, നിന്റെ ആ സുന്ദരമായ പൂമുഖത്തേക്കൊന്നു നോക്കിപ്പോയാ, നിന്റെ ചിരിക്കുന്ന വദനം കണ്ടുപോയാ, എനിക്കത് മതിയല്ലോ ഫാത്തിമ, എനിക്കത് മതിയല്ലോ ഫാത്തിമ. അവസാനം അവിടുന്ന് വീടിന്റെ കത്തട്ടില് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ കൈപിടിച്ചു കൊണ്ടിരുത്തിയിട്ട് അലിയിനോട് പറയാട്, എന്തിന് കരയണം അലിയേ, എന്തിന് സങ്കടപ്പെടണം അലിയേ, എന്തിന് ദുഃഖിക്കണം അലിയേ? അവിടുന്ന് കരഞ്ഞ എന്റെ മനസ്സ് പിടയൂലേ അലിയേ, അവിടുന്ന് വേദനിച്ച എന്റെ മനസ്സ് വേദനിക്കൂലേ അലിയേ? ഉമ്മമാരെ പ്രത്യേകിച്ച് കേൾക്കാം. ഇത് വെറുതെ ഒരു ചരിത്രം പറഞ്ഞു പോയതല്ല, ചരിത്രങ്ങൾ സൃഷ്ടിക്കണമെന്നാണ്. എന്ന് പറഞ്ഞ ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. വിഷമിച്ചു വരുന്ന ഭർത്താവ് ആ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ആ വന്ന വിഷമൊന്ന് മാറിക്കിട്ടണം, ആ ഉണ്ടായ സങ്കടം ഒന്ന് മാറിക്കിട്ടണം. വീട്ടിന്റെ വെളിയിലേക്ക് വരുന്ന ഭാര്യ, ആ നിങ്ങൾ വന്നോ, അൽഹംദുലില്ലാ, കയറിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പറയുമ്പോ കുറച്ച് ടെൻഷൻ അങ്ങോട്ട് മാറിക്കിട്ടും. അതാണ് അലിയാർ തങ്ങൾ അല്ലേ? അതുകൊണ്ടാണ് ഫാത്തിമ ബീവി എല്ലാം ഒത്തിണങ്ങിയ ഒരു പെൺകുട്ടിയായിരുന്നല്ലോ. അതുകൊണ്ടാണ് അലിയാർ തങ്ങൾ പൊട്ടി പൊട്ടി കരഞ്ഞുപോയത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് ഇവിടെ പറയുമ്പോ അലിയാരങ്ങൾ പൊട്ടിക്കരഞ്ഞില്ലേ? അലിയാർ മനം നൊന്ത് കരച്ചിലായി, അരുമക്കനി ഫാത്തിമ പിരിയലായി, മൗത്തിൻ അബൂവാബ് തുറന്ന് പോയി, മനസ്സിൽ കുളിരോർമകൾ ബാക്കിയായി, അലിയാർ മനം നൊന്ത് കരഞ്ഞു പോയി, അരുമക്കനി ഫാത്തിമ പിരിയലായി, മൗത്തിൻ അബൂവാബ് തുറന്ന് പോയി, മനമിൽ കുളിരോർമകൾ ബാക്കിയായി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അത്രയും സ്നേഹം അലിയാർ തങ്ങൾക്ക് അവിടുന്ന് കൊടുത്തു പോയത് കൊണ്ടാണ് ഫാത്തിമ ബീവി എന്ന് പറയുന്ന പൊണ്ടാരകം ലോകത്തും ഇവിടെ പറയുമ്പോ അത്രമേൽ അലിയാർ തങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയത്. ഫാത്തിമാക്ക് രോഗമാണെന്നറിഞ്ഞാ കണ്ണു നിറയും അലിയാർ തങ്ങളുടെ. അല്ലാഹുവേ, രണ്ടുപേരും തമ്മിൽ എന്ത് സ്നേഹമെത്രേ, രണ്ടുപേരും തമ്മിൽ എന്തോ ഇഷ്ടമാണെന്നറിയോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ. അത്രയും സന്തോഷം കൊടുത്തിട്ടുണ്ട്. ഇതാ നളറയിലൈഹാ സർറതുഹു, അലിയാർ തങ്ങളുടെ പ്രിയപ്പെട്ട ഫാത്തിമ ഇവിടെ ഇരിക്കുന്ന ഉമ്മ അങ്ങനത്തെ ഒരു പെണ്ണായിരുന്നു പെങ്ങളെ. ഭർത്താവ് എത്ര വേദനിച്ചാലും എത്ര സങ്കടപ്പെട്ടാലും ആ ഒരു പൊന്നുമോളെ പൂമുഖത്തേക്ക് നോക്കിയാൽ എല്ലാ സങ്കടവും മാറിയിട്ടുണ്ടാകുമല്ലോ. ഇന്ന് ചില വീടുകളിലേക്കൊന്ന് കയറിപ്പോയാലോ, ചില വീടുകളിലേക്ക് ഇന്നിപ്പോ അങ്ങോട്ട് കയറി ചെന്നാല് പടച്ചോനെ വരേണ്ടിയിലായിരുന്നു തോന്നുന്നു. എന്തിനാ റബ്ബേ ഏത് സമയത്ത് ഞാനിപ്പോ ഇങ്ങോട്ട് വരാൻ വേണ്ടി തോന്നിയത്? വേണ്ടായിരുന്നു, ആ കടലിന്റെ തീരത്തെങ്ങാണ് ഇരുന്നാൽ മതി, നല്ല നീല കടലിനെ കണ്ട് സന്തോഷകരമായിട്ട് അവിടെ ഇരിക്കാമായിരുന്നു അല്ലേ? അലിയാരും ഫാത്തിമ ബീവി റളിയല്ലാഹു ഒന്ന് ഉറക്കൊന്ന് പറയൂ, സയ്യിദുനാ അലിയിൽ എന്നും പോരാട്ടാ, നമുക്ക് ഒരുപാട് പാഠം തന്ന മഹാന സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലേ? ഫാത്തിമ ബീവിയെ ഭയങ്കര ഇഷ്ടായിരുന്നു അലിയാരങ്ങൾക്ക്.
പക്ഷെ എങ്ങനെ റസൂലുള്ളാഹിയോട് ചെന്നിട്ട് എനിക്ക് ഫാത്തിമാൻ എനിക്കൊന്ന് കല്യാണം കഴിപ്പിച്ചു തരും എന്ന് ചോദിക്കാനും മടി അലിയാരങ്ങൾ. എന്തെന്നറിയോ കാരണം? ഒന്ന്, പാവപ്പെട്ടവനാണ്. രണ്ട്, അന്നിറങ്ങിപ്പോയാൽ ഒട്ടകത്തിന് പുല്ലെറിഞ്ഞു കിട്ടുന്ന ആ സമ്പത്തേ ഉള്ളൂ. മൂന്ന്, നല്ല കറുത്തിട്ടും ഫാത്തിമ ബീവിയാണെങ്കിൽ റസൂലുള്ളാഹി തങ്ങളെ വരച്ചു വെച്ചേക്കാണ്. റസൂലുള്ളാഹി തങ്ങളുടെ അതേ പിരികം, ഹബീബായ തങ്ങളുടെ അതേ നടത്തം, ഹബീബായ തങ്ങളുടെ അതേ ഓർമ്മകൾ അല്ലേ? അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാർ തങ്ങളുടെ മനസ്സ് വായിക്കാൻ പറ്റുമല്ലോ. നബി തങ്ങൾക്ക് എല്ലാവരെയും മനസ്സ് വായിക്കാൻ പറ്റുമല്ലോ. അവിടെ നിന്ന് മനസ്സ് വായിച്ചു, അലിയേ എന്റെ ഫാത്തിമയെ കെട്ടാൻ ഇഷ്ടാണോ അലിയേ? അലിയാരങ്ങള് പെട്ടെന്ന് റസൂലേ എന്നെ കളിയാക്കി ചോദിച്ചതാണോ? ഒരു ചോദ്യം. റസൂലേ ഈ പാവപ്പെട്ട അലിയോട് തമാശ പറഞ്ഞയാണോ എന്ന് പറഞ്ഞ അലിയെ ഞാൻ തമാശ പറയോ? ഇല്ല, എന്റെ പൊന്നുമോള് നിനക്ക് ഇഷ്ടാണോ? ഇഷ്ടാണോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ മുത്ത് റസൂലിന്റെ തിരുമുമ്പാകെ നാണം പെരുത്തേറെ അണഞ്ഞ നേരം തരണം ഫാത്തിമാനെ ഇണയായെന്നിൽ തണിയായി തുണയായി സഖിയായി പാരിൽ ഒടുവിൽ കാനോത്ത് കഴിഞ്ഞു ചുങ്കിൽ ഓമൽ ഹസൻ ഹുസൈനാരെ മാതാവായി. ചിന്തിച്ചു നോക്കിക്കേ, ഫാത്തിമ ബീവിക്ക് എത്ര മക്കളുണ്ട്? ഫാത്തിമ ബീവിക്ക് എത്ര മക്കളുണ്ട്? എന്തെങ്കിലും മിണ്ടാത്ത? അവിടുന്നൊരു വഹിഞ്ഞു പോകുന്നു രണ്ടെന്ന്. മാഷാ അല്ലാഹ്, ആരെല്ലാം അവർ പറയാനുള്ള മനസ്സാണിച്ചില്ലേ? ഹസൻ ഹുസൈൻ മോഹസീനം ഉമ്മുൽ കുൻ സൈനബന്നഞ്ച് പൊൻകണി മാലറുകളെ പ്രസവിത്തോരാ. ആരൊക്കെ ഒന്ന് പറയും? ഹസൻ പറഞ്ഞോളി. ഹസൻ, ഹുസൈൻ, പിന്നെ സൈനബ്. ഇത് നല്ല കഥ, ഇത് നിങ്ങൾ മിണ്ടണില്ല. ഇപ്പൊ ഞാൻ മാത്രം പറഞ്ഞല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് വാളിന്റെ സമാപന ദിവസം ഒരു ക്വിസ് പ്രോഗ്രാം നടത്തണം. അതിനകത്ത് ആരൊക്കെ വിജയിക്കും നോക്കട്ടെ. എന്നാ കഴിഞ്ഞ കഥ. എന്നാ പിന്നെ അന്നും ആരും ഉണ്ടാവില്ല, പേപ്പർ ഉണ്ടാവില്ല, പേന ഉണ്ടാവില്ല. ഞാൻ തന്നെ ഉത്തരവും പറയണം, ചോദ്യം പറയേണ്ടത് ഇല്ലേ? അപ്പൊ ഏതായാലും വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ജീവിതത്തിന്റെ സഹിയായിട്ടൊന്ന് കടന്നു വന്നല്ലോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ. എന്തിനാ ഞാൻ ഈ ചരിത്രങ്ങൾ പറയുന്നു എന്നറിയോ ഉസ്താദേ? വേറൊന്നും പറയാനില്ലേ. ഫാത്തിമ ബീവി ആദ്യം പഠിക്കുമെങ്ങള് എങ്ങനെയാണ് അവരുടെ ജീവിതമെന്നൊന്ന് മനസ്സിലാക്കൂ. പഠിച്ചവനെ, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഒരു ഭാര്യയായിരുന്നല്ലോ. എത്ര സ്നേഹം കൊടുത്തവരായിരുന്നെന്നറിയോ? ഒരു നേരം ഒന്ന് കണ്ടില്ലെങ്കിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇറങ്ങി നിൽക്കുമായിരുന്നു. എന്തിനേറെ ഒരു ദിവസം അരിയാരങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇതൊക്കെ ഈ ചരിത്രങ്ങൾ പറയുമ്പോ അൽഹംദുലില്ലാഹ് ഉസ്താദ് ഒരുപാട് പാട്ടുകൾ പാടിയല്ലോ, ഇടയ്ക്ക് തമാശകൾ പറഞ്ഞല്ലോ, വയല് കൊള്ളാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റും പറഞ്ഞിട്ട് പോകാനല്ല. പിന്നെ എന്തിനാ ജീവിതത്തിൽ ഉപകാരപ്പെടാനാ പെങ്ങളെ? ഒരു സന്ധ്യ സമയത്ത് അലിയാർദങ്ങൾ കുറച്ചു വരാൻ വൈകിയപ്പോ വീടിന്റെ മുറ്റത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇരിക്കുകയാണ്. ഉടൻ തന്നെ ചോദിക്കുന്നു, ഫാത്തിമ എന്തേ പോലെ ഈ സന്ധ്യ സമയത്ത് വീടിന്റെ മുറ്റത്ത്? ആ സമയത്ത് പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട്. ആ സമയത്ത് പറഞ്ഞു കൊടുത്ത ഒരു മറുപടിയുണ്ട്. നിങ്ങൾ എന്റെ ആരാട്? നിങ്ങൾ എന്റെ പാതിയാണല്ലോ, നിങ്ങൾ എന്റെ ജീവനാണല്ലോ. എന്റെ പകുതി മാത്രം വീട്ടിന്റെ ഉള്ളിലിരുന്നാ മതിയോ? എന്റെ പകുതി പുറത്താ, അതെന്റെ അലിയാ
എന്നിട്ട് അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ 3 കാര്യങ്ങൾ പറഞ്ഞു പെങ്ങള്. ഒന്നാമത് അവിടുന്ന് കൈപിടിച്ചിട്ട് പറയാ, ഏത് കാര്യം പറയുമ്പോഴും അലിയാർ തങ്ങളുടെ കൈ ഫാത്തിമ ബീബി പിടിക്കാറുണ്ട്. പിടിച്ചുകൊണ്ട് പറയുന്നു, അലിയേ എന്തിനാണ് എന്റെ റസൂലുള്ള നിങ്ങൾക്ക് എന്നെ തന്നെയെന്ന് പറയോ? ഉടൻ തന്നെ എവിടെന്ന് ആദ്യം അലിയാർ കരഞ്ഞു. എന്നാലും ഫാത്തിമ, ഈ കറുകറുത്തിരിക്കുന്ന മുടി ചുരണ്ടിരിക്കുന്ന ഈ പാവപ്പെട്ട അലിയാർ തങ്ങൾക്ക് അവിടെന്ന് നിന്നെ തന്നല്ലോ ഫാത്തിമ, എന്റെ പൊന്നുമോളെ എന്ന് വിളിച്ചിട്ട് അലിയാർ തങ്ങളുടെയും ഫാത്തിമ ബീവിയുടെയും 2 കൈകൾ തമ്മിലങ്ങ് ചേർത്ത് വെക്കുകയാണ്. നോക്കു ഫാത്തിമ, ഈ സന്ധ്യ സമയത്ത് പോലും എന്റെ ഫാത്തിമയുടെ കൈ എത്ര പ്രകാശമാ. എന്നാലും നിബിധങ്ങൾ എനിക്ക് തന്നല്ലോ. എനിക്ക് ലോകത്ത് ലഭിക്കാവുന്നതില് ഏറ്റവും നല്ല സൗഭാഗ്യം എന്റെ ഫാത്തിമയാണ്. എന്റെ പെങ്ങന്മാരോട് പറയുകയാണ്, നമ്മുടെ ഭർത്താക്കന്മാര് പറയണമല്ലോ, എനിക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ലത് എന്റെ മക്കളല്ല, എന്റെ സ്വത്തുക്കളല്ല, എന്റെ പ്രിയപ്പെട്ടവരല്ല. എനിക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ലത് എന്റെ പ്രിയപ്പെട്ടവളാണെന്ന് ഒരു ഭർത്താവും പറഞ്ഞു കഴിഞ്ഞാല് എന്റെ പെങ്ങളെ, അതാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ്. അതാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ്. ഭർത്താവ് പറയാ, മാഷാ അല്ലാഹ് എന്റെ ഭാര്യ അവളെ പോലെ നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടി കിൽത്താൻ ദ്വീപിനില്ല. അത്രയും ഞാൻ കിടന്നാൽ, ഞാനൊന്നിരുന്നാൽ, എന്റെ മുഖം വാടിയാൽ എന്റെ അടുക്കലേക്ക് ഓടി വരുന്നവൾ, അരികത്ത് ചേർന്നിരുന്നിട്ട് കാര്യം ചോദിച്ചവൾ. അലിയാർ തങ്ങളുടെയും ഫാത്തിമ ബീവിയുടെയും ജീവിതത്തിൽ കാണാം. ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അവരുടെ ജീവിതം തന്നെ 3 പേപ്പറുണ്ട്. ഞാൻ പക്ഷെ ഒരുവിധം അതിന്റെ ഇടയിലുള്ളതൊക്കെ പറയുന്നുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കിയാൽ, അരികത്ത് ചേർന്നിരിക്കും. അലിയാർ തങ്ങൾക്ക് വേദന വന്നാൽ അരികത്ത് ചേർന്നിട്ട് തോളത്തിങ്ങനെ ചാരിയിട്ട് പറയും, അലിയേ ഞാനില്ലേ എന്റെ പെങ്ങളെ. അങ്ങനെ ഒരു ഭർത്താവിനോട് ഒരു പെങ്ങള്, ഒരു ഭാര്യ ചെയ്താൽ ആ ഭർത്താവ് ഒരിക്കലും നിങ്ങളോടുള്ള സ്നേഹം നഷ്ടപ്പെടുത്തൂല, നിങ്ങളെ നോക്കാതിരിക്കൂല. നമ്മൾ കൊടുക്കേണ്ടുന്ന ആ കടപ്പാടുകൾ ഒരു ഭർത്താവിന് ലഭിക്കാതെ വരുമ്പോഴാണ് അവർക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അവർക്ക് വേണ്ടി നമ്മൾ കൊടുത്താൽ അൽഹംദുലില്ലാഹ് ഉള്ളത് കൊണ്ട് സന്തോഷത്തോട് കൂടിയിട്ട് കഴിഞ്ഞു പോകാം. ഇനി കോടിക്കണക്കാന സമ്പത്തുണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ വാഹനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ കിൽത്താൻ ദ്വീപിന്റെ അധികവും നമ്മുടെ വസ്തുക്കളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെന്ത് വേണമെന്നറിയോ? അവിടെ നമുക്ക് ആവശ്യമുള്ളത് ഭർത്താവ് പറയണം, എന്റെ ഭാര്യ അവളെ പോലത്തെ നല്ലൊരു പെണ്ണ് കിൽത്താനില്ല, അങ്ങനെ പറയാൻ പറ്റണം. നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹ് അങ്ങനെ ആക്കി തരട്ടെ, അല്ലാഹ് അങ്ങനെ ആക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുവരെ ഇല്ലെങ്കിൽ ഇന്നത്തെ വാദം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പിന്നെ എന്തിനാ നമ്മൾ വാദം വെക്കണം? ഉമ്മമാർ എന്തിനാ നമ്മൾ ഉമ്മമാരെ വാദിന് വരുന്നത്? കേക്ക് എന്താണ് നാഫിയായ ഇൽമെന്ന് പറഞ്ഞാൽ കേൾക്കുന്നതനുസരിച്ചിട്ട് ജീവിതത്തിൽ കൊണ്ടുവരിക. അപ്പൊ ഉമ്മമാരിന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, പടച്ചോനെ ഇന്ന് ഈ ദിവസം വരെ, ഇന്ന് ഇവിടെ വാദിന് വരുന്നത് വരെ ഞാൻ എന്റെ ഭർത്താവിനോട് എങ്ങനായിരുന്നു, എങ്ങനാ സംസാരിച്ചിരുന്നത്, എങ്ങനാ വർത്തമാനം പറഞ്ഞിരുന്നത് ഇല്ലേ? ഇത് പറയുമ്പോ ഒരു വെറുപ്പായിട്ട് എന്റെ ഉമ്മമാര് കേൾക്കരുത്. ഇത് പറയുമ്പോ നല്ല മനസ്സോടുകൂടിയിട്ട് കേൾക്കുക. എന്റെ പെങ്ങന്മാരെ, ഒന്നാമത് അവിടെ നിന്ന് എപ്പോഴും കൂടെ ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്താണോ പറഞ്ഞു എന്നറിയോ? രണ്ടാമത്തെ കാര്യം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചെയ്യുന്നത്, ആദ്യമായിട്ട് അലിയാർ ഞങ്ങൾക്കൊരു വേദന വന്നാ വീടിന്റെ കത്തട്ടിൽ മുസല്ല വിരിക്കും എന്റെ പെങ്ങളെ. ആ മുസല്ല വിരിച്ചിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയാ. ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഫാത്തിമ ബീവി കരയുകയാ. എന്റെ ഉമ്മമാരൊന്ന് മനസ്സിലാക്കണേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളല്ലേ ഫാത്തിമ. മുസ്തഫ നബി തങ്ങളോടൊന്ന് കടന്നു ചെന്നിട്ട്, അവിടുന്ന് റസൂലേ, എന്റെ പാവപ്പെട്ട അലിയാർക്കൊരു സങ്കടമുണ്ടെന്ന് പറഞ്ഞാല് ആ സങ്കടത്തിന് വേണ്ടി റസൂലുള്ള ദുആ ചെയ്ത അല്ലാഹ് കൊടുക്കാതെ ഇരിക്കുവോ? അല്ലാഹു കൊടുക്കാതെ ഇരിക്കുവോ? എന്നിട്ട് പോലും അവിടുന്ന് ഫാത്തിമ ബീവി റസൂലുള്ളാഹിന്റെ മുമ്പിൽ പോയില്ല. എന്റെ ഉമ്മ
വീടിന്റെ കത്തട്ടില് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചിട്ടിരുന്ന് രണ്ട് കൈകൾ ഉയർത്തുകയാണ്. കണ്ണുകളിലൂടെ കണ്ണുനീര് വരുന്നുണ്ട്. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട അലിയാര് പാവമാണ് റബ്ബേ, സങ്കടം സഹിക്കുന്നവരാണ് റബ്ബേ, വേദനയിൽ കഴിയുന്നവരാണ് റബ്ബേ. ആ പാവപ്പെട്ടവന്റെ കണ്ണു നിറയുന്നത് എനിക്ക് കാണാൻ കഴിയില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ട് നീറുന്ന മനസ്സോട് ആരാ പെങ്ങളെ കരഞ്ഞിട്ട് ദുആരക്കുന്നത്? റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദിയായ ഫാത്തിമത്ത് സഹറ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവിടുന്ന് നിസ്കാരം കഴിഞ്ഞു ദുആ കഴിഞ്ഞിട്ട് വാടിത്തളർന്നിരിക്കുന്ന അലിയിനോട് പറയാട്, പേടിക്കണ്ട അലിയേ, റബ്ബിനോട് പാവപ്പെട്ട ഫാത്തിമ കരഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അലിയേ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അള്ളാഹിനോട് കരഞ്ഞിട്ടാ പറഞ്ഞ. ഉമ്മമാരെ, ഒരു ഭർത്താവിന്റെ ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ, ഭർത്താവ് ഇറങ്ങിപ്പോകുന്ന വഴിയിൽ ബറക്കത്തുണ്ടാകാൻ വീട്ടിലുള്ള ഉമ്മ, വീട്ടിലുള്ള ഭാര്യ നിസ്കരിച്ചിട്ട് നല്ലതുപോലെ നിസ്കരിച്ചിട്ട് ആ നിസ്കാര കുപ്പായത്തിൽ ഇരുന്നിട്ട് റബ്ബേ ആ പാവപ്പെട്ടവനെ കാക്കണേ അല്ലാ. ഒരു പെണ്ണിന്റെ ദുആ. ഉമ്മമാരെ, ഇനിയിപ്പോ നിങ്ങൾ പെണ്ണെന്ന് വിളിച്ച ഇനി വിഷയം നടത്തില്ല. ആ സഹോദരിയുടെ ദുആ എന്റെ പൊന്നാര ഉമ്മമാരെന്ന് മനസ്സിലാക്കണം. ഭർത്താവിന് ദുആ ചെയ്യാതെ നിങ്ങൾ ഇനി ഏതൊക്കെ കാര്യങ്ങൾ റബ്ബിനോട് ചോദിച്ചാലും ഈ ചെവിക്ക് മുകളിലേക്ക് നിങ്ങളുടെ ദുആ പോകൂല. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാര് അനങ്ങിയ പടച്ചോനെ എന്റെ കുട്ടികളെ കാക്കണേ അല്ലാ. മക്കൾക്ക് വേണ്ടി എത്ര കരഞ്ഞിട്ട് ദുആ ചെയ്തു. എന്തുകൊണ്ട് മക്കൾ നന്നായില്ല? എന്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു തആല എളുപ്പാക്കിയില്ല? എന്തുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ അല്ലാഹു തആല മാറ്റിയില്ല? മാറ്റുമായിരുന്നല്ലോ. പക്ഷേ ആദ്യം നമ്മൾ ദുആ ചെയ്യാനുള്ള ഭർത്താവിനായിരുന്നു. പടച്ചോനെ അല്ലാഹ് എന്റെ ഭർത്താവിനെ കാക്കണേ അല്ലാ. ഈ ഒരൊറ്റ ദുആ മതി. അല്ലാഹുവേ, നമ്മുടെ ദുആ അല്ലാഹുവിന്റെ അടുക്കലെത്താൻ ഭർത്താവെന്നുള്ള ഒന്ന് ആ ദുആയിലില്ലേ? ചെവിക്ക് മുകളിൽ നിങ്ങളുടെ ദുആ പോകൂല. ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി തീരുമാനിക്കാം ഭർത്താവിന് ദ്വാരക്കണോ വേണ്ടേ? ഇനി തീരുമാനിക്കാം ഭർത്താവിന് ദ്വാരക്കണോ വേണ്ട. ഉസ്താദെ, വയസ്സായ ഉമ്മയാണ് ഞാൻ, ഭർത്താവ് മരണപ്പെട്ടു, എന്താ അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി ദ്വാരക്ക്, അവരുടെ ഖബർ കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാകാൻ വേണ്ടി ദുആരക്ക്. അതാണ് അവിടെ നിന്ന് കടന്നു വരാനുള്ളത്. അതുകൊണ്ട് അവിടെ നിന്ന് ഫാത്തിമ ബീവിയുടെ അടുത്തൊരു സ്വഭാവമായിരുന്നു, ദുആരക്കുമായിരുന്നു. പിന്നീടോ അലിയാർ തങ്ങൾ അവിടെ ഇരിക്കുന്നത് കണ്ടാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്കറിയാ ഇന്ന് വീടിന്റെ തട്ടിലൊന്നും കഴിക്കാനില്ലെന്ന്, ഇവിടെ പട്ടിണിയാണെന്ന്, പൊന്നുമക്കള് വേദനയിലാണ്, വിശപ്പിലാണെന്നറിയാ. എന്നാൽ ഫാത്തിമ ബീവി അവിടെ ഒരു പാത്രത്തിൽ വെള്ളമെടുക്കുകയാണ്. ആ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് അലിയാ തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, അല്ല അലിയേ, ഈ വെള്ളം എന്റെ പ്രിയപ്പെട്ടവനൊന്ന് കുടിച്ചോ. ഇതിൽ നമുക്കൊരു പാഠമുണ്ട് പെങ്ങളെ. ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. ഇനി ജോലിയില്ലെങ്കിലും വെറുതെ ഇരിക്കുന്നൊരു ഭർത്താവിനെ കണ്ട ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് കൊണ്ടു കൊടുക്കുക. ഇത് നമുക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കാണിച്ചെന്നാണ്. വെറുതെ എന്നും പറഞ്ഞ് വെള്ളം കൊടുക്കാൻ ഷമീർ ദാരിമി നിങ്ങളോട് പറഞ്ഞു എന്നും പറഞ്ഞ് മിനിറ്റിന് വെള്ളം കൊടുക്കാൻ നിൽക്കണ്ട. അത് വേണ്ട. കുറെ നേരം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആദ്യം വീട്ടിലേക്ക് വന്നാൽ വെള്ളം കൊടുക്കണം. ഒരു വേള ഈ വെള്ളം കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഒരു വേള ഫാത്തിമ ബീവി വെള്ളം കൊടുക്കുമ്പോ ആ വെള്ളം കൊടുത്ത സമയത്ത് അലിയാർ ഞങ്ങൾ ചിരിച്ചില്ല. അലിയാർ ഞങ്ങൾ ചിരിച്ചില്ല. അപ്പൊ ചോദിച്ചു, അലിയെ ഇന്നെന്തേ നിങ്ങളുടെ മുഖത്തൊരു വാട്ടം? ഭർത്താക്കന്മാരോടും പറയാനുണ്ട്, ഭാര്യമാർ എന്തെങ്കിലും കൊണ്ടുതരുമ്പോ ഈ മസിൽ അങ്ങോട്ട് വിടണം, മസിൽ വിട്ടിട്ട് വെള്ളം മേടിക്കണം. അവരുടെ മുഖത്ത് നോക്കി നമ്മളൊന്ന് ചിരിക്കണം. അപ്പോഴേ അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടം, രണ്ടുപേരുടെ മുഖത്തേക്കും അള്ളാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ പറയുന്നത്
നാളെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ മക്കളെ പറ്റിയാണ്. മക്കൾ നന്മയുടെ പൂക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സങ്കടത്തിലാണ്. അപ്പോ ഉമ്മയും ബാപ്പയും എന്ത് ചെയ്താൽ, ഏത് ദുആ ചൊല്ലിയാൽ, ഏത് ആയത്തോതിയാൽ മക്കൾ നന്നാകും. ഇൻഷാ അല്ലാഹ് നാളെ പേനയും പേപ്പറുമായിട്ട് വരണം. അള്ളാന്റെ ഖുർആനെ ഞാൻ പറയുള്ളൂ, വേറൊന്നും പറയില്ല. നമ്മുടെ മക്കളെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരട്ടെ. അപ്പൊ നാളത്തെ വിഷയം ഏതാണ്? നാളത്തെ മക്കളാ. നാളത്തെ വിഷയം ഏതാ? അവിടെ തജ്വീദ് അനുസരിച്ചൊക്കെ പറയുന്നുണ്ട് മക്കൾ നന്മയുടെ പൂക്കൾ. ഇൻഷാ അല്ലാഹ് അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. നമ്മുടെയൊക്കെ മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുക്കളും ആക്കി തരട്ടെ. അപ്പൊ ഉമ്മമാരെ അലിയാരിതങ്ങള് ഇതവിടെ നിന്ന് കൊണ്ടു കൊടുക്കുന്ന സമയം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അവിടെ നിന്ന് സങ്കടത്തിലായി. അലിയാരിതങ്ങൾ ആ ഒരു സമയത്ത് അവിടെ നിന്ന് ചിരിച്ചില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അലിയെ എന്താ നിങ്ങൾ ചിരിക്കാത്ത? ആ സമയം പറഞ്ഞു, ഫാത്തിമ നീ എനിക്ക് എപ്പ വെള്ളം തന്നാലും ബിസ്മി പറയാറുണ്ട്, ഇന്ന് ബിസ്മി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഫാത്തിമ എനിക്കൊന്നും കൂടെ വെള്ളം തരണം. സുബ്ഹാനല്ലാഹ്, ബിസ്മി പറയാത്തത് കൊണ്ട് അല്ലേ? അല്ലാഹു നമ്മളെ ഖബൂലാക്കട്ടെ. ഇതിന്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു ബക്കറ്റ് കൊടുത്തു. ആഷിഖേ, ഒരു ബക്കറ്റ് കൊണ്ടുപോകണം. അതാ കൊണ്ടുപോയാ? ഇപ്പൊ വരും, വണ്ടിയും വിളിച്ചാ വരണേ. ഇൻഷാ അല്ലാഹ് ആ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോ എനിക്ക് വേണ്ടിയോ സംഘാടകർക്ക് വേണ്ടിയോ അല്ല, ഈ മദ്രസ ഒന്ന് ഇവിടെ കയറി. എനിക്കൊരാഗ്രഹം, ഞാനിവിടെ 2 വട്ടം വന്നിട്ട് ഈ മദ്രസയ്ക്ക് ഒന്നും ആക്കിയില്ലെങ്കിൽ വാപ്പാ ഉമ്മ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വിഷമം തോന്നരുത്. ഇൻഷാ അല്ലാഹ് എനിക്കറിയാം എല്ലാവരും സാമ്പത്തികമായ പ്രയാസത്തിലാണ്, എനിക്ക് നല്ല ബോധമുണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ്. ഇപ്പൊ ബക്കറ്റ് വരും എല്ലാ ദിവസവും. നമ്മൾ എന്തിനൊക്കെ കാശുകൾ അല്ല, ഇപ്പൊ മൊബൈലിൽ ഇപ്പൊ റീചാർജ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ കഴിഞ്ഞ 250 ആയാലും 240 ആയാലും 300 ആയാലും ഉറപ്പായി നമ്മൾ ചെയ്യും. ഒരു 10 രൂപയെങ്കിലും നമ്മൾ കൊണ്ടുവന്നിട്ട് ആ ബക്കറ്റിലിടണം. ഇൻഷാ അല്ലാഹ് ആഷിഖേ, ഇൻഷാ അല്ലാഹ് കൊണ്ടുപോക്കോട്ടെ. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ പറയും വാപ്പമാരെ. അല്ലാഹു സന്തോഷം തരട്ടെ. ഈ ബക്കറ്റിൽ ഇടുന്ന ഒരു പൈസക്ക് പകരവും അല്ലാഹു ലക്ഷങ്ങൾ വിലമതിക്കുന്ന ക്യാൻസർ പോലത്തെ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കാർക്കും വെക്കാതിരിക്കട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാനുള്ളത്, എന്തെല്ലാം നമ്മൾ ഭർത്താവിന് കൊണ്ട് കൊടുക്കുമ്പോൾ, ഭക്ഷണം വിളമ്പുമ്പോൾ ബിസ്മി വേണം, അരി ഇടുമ്പോൾ ബിസ്മി വേണം, അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അതിൽ മുഴുവനും ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസ്മി മറക്കരുത്. ബിസ്മിയുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. എപ്പോഴെന്നറിയോ? 2 സൂറത്തുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ആ 2 സൂറത്ത് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അതിന്റെ മഹത്വങ്ങൾ പറയുമ്പോ ആ കൂട്ടത്തിൽ ബിസ്മിയെ പറ്റി പറയും. അല്ലാഹു നമ്മളെ ഖബൂലാക്കട്ടെ. അപ്പൊ ഈ 3 കാര്യങ്ങൾ അവിടെ നിന്നായിരുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക്, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും നല്ല മേഖലകളിലൂടെ കടന്നു പോയത് അത് മഹദിയായ സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമത്ത സഹ്റാ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തും ഇവിടെ പറയുമ്പോ എന്തുകൊണ്ടാണ് അലിയാർ തങ്ങളുടെ കണ്ണു നിറഞ്ഞു എന്നറിയോ പെങ്ങളെ? ഒരുപാട് ദിവസങ്ങൾ ഫാത്തിമ ബീവിയെ പറ്റിയിട്ട് കേട്ടവരാണല്ലോ. ഒരുപാട് ദിവസങ്ങൾ ഫാത്തിമ ബീവിയുടെ ചരിത്രങ്ങൾ പാടി പറഞ്ഞ നാടാണല്ലോ. എന്നാൽ ഉമ്മ അലിയാർ തങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. ചരിത്രം മുഴുവനും പറയാ നമുക്ക് സമയമില്ല. എന്നാൽ എന്റെ ഉമ്മമാർക്ക് വേണ്ടി ഞാനൊന്ന് പറയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് വരുമ്പോ എല്ലാ തുണികളും മടക്കി വെക്കുകയാണ്, എല്ലാം ഒരുക്കി വെക്കുകയാണ്. ഫാത്തിമ ബീവി ഒരു യാത്ര പോകുന്നത് പോലെ എല്ലാം ചെയ്യുകയാണ്. ഓടി വന്നിട്ട് ചോദിക്കുന്ന ഫാത്തിമ, എവിടെ പോന്നു ഫാത്തിമ? ഒരു യാത്രക്ക് ഒരുങ്ങുന്നത് പോലെ. എന്തു പറ്റി ഫാത്തിമ? ഉടൻ തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാ, അതേ അലിയേ, ഞാനൊരു
യാത്രക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അത് ഏതാണ് യാത്രയെന്നറിയോ? ഫാത്തിമ, ആ യാത്രയിൽ എന്നെ കൂട്ടുവോ ഫാത്തിമ? നമ്മളും ചോദിക്കാറുണ്ടല്ലോ. ഭാര്യ പറയുന്നു, ഇക്കാ ഞാൻ ഇന്നതുപോലെ ഒരു സ്ഥലത്ത് പോവുകയാ, എന്നാ ഞാനും വരട്ടെ മോളെ നിന്റെ കൂടെ. ആ സമയത്ത് പടച്ചവനെ ഭർത്താവിനെ ഒന്ന് കൂടെ വരാൻ പറയുന്ന ഭാര്യയാണ്. എന്നാൽ ഇവിടം മദീന പള്ളിയുടെ ചാരത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അലിയാർ ചോദിക്കുന്നു, ഫാത്തിമ ഞാനും കൂടെ എന്റെ ഫാത്തിമയോടൊപ്പം വരട്ടെ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാ, വേണ്ട, ഈ യാത്ര ഞാൻ ഒറ്റക്കാണ്. എന്നാ മക്കളുണ്ടോ ഫാത്തിമ? മക്കളില്ല, നിങ്ങളുമില്ല. ഇതെവിടത്തേക്കുള്ള യാത്രയാണെങ്കിലും ഒന്ന് പറയാമോ ഫാത്തിമ? മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ നിറഞ്ഞിട്ട് പറഞ്ഞലിയേ, എന്റെ ഉപ്പാന്റെ അരികിലേക്കുള്ള യാത്രയാണ് അലിയേ, എന്റെ ഉപ്പയുടെ അരികിലേക്കുള്ള യാത്രയാണ്. പഠിച്ചവനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. അലിയാർ അങ്ങക്ക് മനസ്സിലാവുകയാണ്, എന്റെ പ്രിയപ്പെട്ടവള് പോവുകയാണോ? എന്റെ പ്രിയപ്പെട്ടവള് പോവുകയാണോ? ചരിത്രം സുദീർഘമാണ്, മർമ്മപ്രധാനമായ അവിടുന്ന് മർമ്മപ്രധാനമായ കാര്യം മാത്രം പറയാ. എന്റെ ഉമ്മമാരെ, ഫാത്തിമ ബീവി എന്തുകൊണ്ട് ഭർത്താവ് അത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളത് പറയാ. അവസാനം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയിനോട് പറയുന്നു, അലിയേ, എന്റെ പുന്നാര പൊന്നമക്കൾ ഹസനും ഹുസൈനോ ഒന്ന് കൊണ്ടുവരാമോ? അലിയേ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പൊന്നുപെങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക. മരിക്കാൻ കിടക്കുന്ന സമയത്ത് മക്കളെ അരികത്ത് വിളിച്ചിട്ട് ആ മക്കളുടെ കവളത്ത് മുത്തം കൊടുക്കുന്നത്, ആ മക്കളെ ഒന്ന് ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന രംഗം എന്റെ പെങ്ങന്മാരുടെ ഹൃദയത്തിന്റെ ഉള്ളിലൊന്ന് കൊണ്ടുവരാൻ പറ്റോ? അവിടുന്ന് ഫാത്തിമ ബീവിയുടെ കണ്ണു നിറഞ്ഞു. അലിയേ, മക്കളെ ഒന്ന് കൊണ്ടുവരാൻ പറ്റോ? അവിടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഓടിച്ചെല്ലുകയാണ്. കളിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ കൊണ്ടുവരികയാണ്. ഫാത്തിമ എന്ന് പറയുന്ന ഉമ്മയുടെ മുമ്പില് പൊന്നുമക്കളെ കൊണ്ടുവന്നിരുത്തുമ്പോ ആ പുന്നാര മക്കളുടെ കവിൾത്തടത്തില് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തുരുതുരാ മുത്തം കൊടുക്കുന്നു. ഫാത്തിമ ബീവിയുടെ കണ്ണു നിറയാനുള്ള കാരണം എന്തെന്നറിയോ? ഇന്നലെ വരെ മക്കളെ കുളിപ്പിച്ചത് ഫാത്തിമയാ, ഇന്നലെ വരെ മക്കളെ ഒരുക്കിയത് ഫാത്തിമയാ, ഇന്നലെ വരെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തത് ഫാത്തിമയാണല്ലോ. എല്ലാ രംഗവും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖൽബില് അണപൊട്ടി ഒഴുകുന്നു. ഈ ഫാത്തിമ ഇവിടം ഇവിടെ പറഞ്ഞു പോയാൽ, ഈ ഫാത്തിമ ഇവിടം ഇവിടെ പറഞ്ഞു പോയാ ഇന്നു മുതൽ എന്റെ പൊന്നു മക്കൾക്കുമ്മയില്ലല്ലോ. അവരെ കുളിപ്പിക്കുന്നതാരാ? അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാരാ? അവർക്ക് വെള്ളം കൊടുക്കുന്നതാരാ? എല്ലാം ഓർത്ത് ഫാത്തിമ ബീവിയുടെ കണ്ണു നിറഞ്ഞു. കവിൽ തടത്തിലൂടെ കണ്ണുനീര് ധാരയായിട്ട് ഇറ്റി വീഴുകയാണ്. എന്റെ പൊന്നു പെങ്ങളെ, അവസാന അലിയാർ ഞങ്ങളെ വിളിക്കുകയാണ്. അലിയേ, നിങ്ങൾ ചെറുപ്പക്കാരനാണ്, നിങ്ങൾ ചെറുപ്പക്കാരനാണ്, നിങ്ങൾക്ക് വേറെ ഒരു കല്യാണം കഴിക്കാമല്ല അലിയേ. അങ്ങനെ കല്യാണം കഴിച്ചാ എന്റെ പൊന്നുമക്കളെ അടിക്കല്ലേ അലിയേ, എന്റെ പൊന്നുമക്കളെ കുറ്റപ്പെടുത്തല്ല അലിയേ, എന്റെ പൊന്നുമക്കളെ ആവശ്യമില്ലാത്ത വർത്തമാനം നിറഞ്ഞ് ഉമ്മയില്ലാത്ത മക്കളെ വേദനിപ്പിക്കല്ലേ അലിയേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവസാനം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കിടക്കയില് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന്റെ മുമ്പ് ഒന്ന് അരികത്തേക്ക് ഇരിക്കണം അലിയേ, ഒന്നരികിലേക്ക് ചേർന്നിരിക്കണം അലിയേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അരികത്ത് അലിയാർ ചേർന്നിരിക്കുമ്പോ കൈകൾ പിടിച്ചിട്ട് പറയാ, അലിയേ, ജീവിതകാലത്ത് ഒരുപാട് ഒരുമിച്ചു ജീവിച്ചവരാണ്. പക്ഷേ ഫാത്തിമ
ബീവിയുടെ ആദരത്തിലൂടെ എന്റെ പ്രിയപ്പെട്ട അലിയാര് തങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അബദ്ധത്തിലുള്ള വാക്കുകൾ പറഞ്ഞിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരാമോ അലിയേ? നാളെ പടച്ചവന്റെ കോടതിയിലേക്കൊന്നും മാറ്റിവെക്കല്ലേ. ഫാത്തിമ ബീവിയുടെ കൈ പിടിച്ചിട്ട് പറയാ, ലോകത്തിന്റെ രാജാവിന്റെ പൊന്നുമോളെ ഫാത്തിമ, ഇവിടെ എത്രയോ കോടീശ്വരന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു, വെളുത്ത ശരീരമുള്ളവരുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഫാത്തിമ റസൂലുള്ളാഹി തങ്ങളെ വിവാഹം കഴിപ്പിച്ചു തന്നത് എനിക്കല്ലേ ഫാത്തിമ? അതിൽ എത്ര ദിവസങ്ങൾ എന്റെ ഫാത്തിമ പട്ടിണി കിടന്നു ഫാത്തിമ, എത്ര ദിവസങ്ങൾ എന്റെ ഫാത്തിമ കണ്ണു നിറഞ്ഞിട്ടുണ്ട് ഫാത്തിമ, വിഷപ്പടക്കാൻ കഴിയാതെ വയറ്റത്ത് പിടിച്ചിട്ട് കിടന്നുറങ്ങിയിട്ടില്ലേ ഫാത്തിമ? എന്തെങ്കിലും അറിവില്ലാത്തത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരാമോ ഫാത്തിമ? ഇതാണൊരു ഭാര്യയുടെയും ഭർത്താവിന്റെയും സ്നേഹമെന്ന് പറയുന്നത്. അവസാനം ഭാര്യ പറഞ്ഞതുപോലെ രാത്രിയിൽ ഖബറടക്കണമെന്ന് പറയുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാനെ കൊണ്ടുവന്ന് ഖബറടക്കി. എന്നിട്ട് പോലും അവിടുന്ന് കരഞ്ഞു പോയല്ലോ പ്രിയപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കുമ്പോ എന്റെ പെങ്ങന്മാരെ, പ്രിയപ്പെട്ട ഭർത്താവിനോട് പൊരുത്തം ചോദിക്കണേ. എന്നും പറ്റുമോ? എന്നും പറ്റുമോ? അവസരം കിട്ടുമോ? നമ്മളൊന്ന് ചോദിച്ചിരിക്കണേ. കാരണം നാളെ നേരം വെളുത്താൽ 6 അടി മണ്ണാകുന്ന പള്ളിപ്പറമ്പില് പ്രിയപ്പെട്ട നിന്റെ ഭർത്താവിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല പെങ്ങളെ. ഒന്ന് പൊരുത്തം ചോദിക്കാമായിരുന്നല്ലോ, ഒന്ന് പൊരുത്തം ചോദിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് പിന്നെ കരഞ്ഞ് കണ്ണുനീര് ഒലിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നൊരു സമയം അല്ലാഹു തരുമ്പോ അവരോട് പൊരുത്തം ചോദിക്കണേ ഉമ്മ. നമ്മള് ഫാത്തിമ ബീവിയുടെയും അലിയാർ തങ്ങളുടെ ചരിത്രങ്ങൾ പറയാൻ നിന്നാല് ഒരു ദിവസമല്ല, 2 ദിവസമല്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമിനി ദ്വീപിൽ വന്നപ്പോ ഞാൻ 6 ദിവസവും ഫാത്തിമ ബീവി അലിയാർ ഞങ്ങളെ പറഞ്ഞു. ഓരോരോ ഭാഗങ്ങൾ അത്രത്തോളം അവരുടെ ജീവിതം. എന്നിട്ട് പറഞ്ഞിട്ട് ബാക്കി വെച്ചു. വഫാത്തൊന്നോട് പറഞ്ഞിട്ടില്ല, അതും പിന്നെ ബാക്കിയാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാ, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, സ്നേഹമുള്ള ഭാര്യയാകണം. ഇല്ലേ, പണ്ടൊരാള് ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാല് എന്റെ ഖബറിന്റെ പുറത്തുള്ള മണ്ണ് ആ ഉള്ള നനവ് ഉണങ്ങിയാൽ നിങ്ങൾ വേറൊരു പെണ്ണെട്ടണം. എന്റെ ഖബറിന്റെ പുറത്തുള്ള നനവ് ഉണങ്ങിയാൽ നിങ്ങൾ വേറൊരു പെണ്ണെട്ടണം. ഇത് ഈ ഭർത്താവിന് വല്ലാത്തൊരാശ്വാസം. സുബ്ഹാനല്ലാഹ്. മൂപ്പരെല്ലാ ദിവസവും ഭാര്യന്റെ ഖബറിന്റെ അടുത്ത് പോയി നോക്കും, ഈ ഖബറിന്റെ പുറത്തുള്ള നനവ് മാഞ്ഞോന്ന്. മൂപ്പര് ചെല്ലുമ്പോഴൊക്കെ ഖബറിന്റെ പുറത്ത് നല്ല നനവാണ്. മൂപ്പര് അന്തം വിട്ടു, പടച്ചോനെ ഇതിന്റെ വെള്ളം പറ്റുന്നതുമില്ലല്ലോ റബ്ബേ. അവസാനം ഇതെന്താന്ന് ഒന്നിപ്പോ കണ്ടുപിടിക്കണം. മകനെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ, ഉമ്മ മരിക്കണ സമയത്ത് നിന്നോട് എന്തെങ്കിലും വസിയത്ത് ചെയ്തിട്ടുണ്ട്? അപ്പൊ പറഞ്ഞു, ഉമ്മ എന്നോട് പറഞ്ഞു എല്ലാ ദിവസവും ഉമ്മാന്റെ ഖബറിന്റെ പുറത്ത് വെള്ളം ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വല്ല മനസ്സിലായ? എല്ലാ ദിവസവും ആ ഖബറിന്റെ പുറത്ത് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. പിന്നെ പെണ്ണിട്ടോ ഈ പാവപ്പെട്ടു. അതാണ് ഉമ്മാര് അല്ലേ? അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ സന്തോഷം കൊടുക്കട്ടെ. അല്ലാഹ് പടച്ചോനെ, എത്ര പറഞ്ഞാലും തീരില്ല ഉമ്മ. അതുകൊണ്ട് ഈ കുടുംബം എന്നൊക്കെ പറയുന്ന സംഭവം നിസ്സാരല്ല. സ്നേഹം കൊടുക്കണം. അങ്ങോട്ട് കൊടുക്കുമ്പോഴേ തിരിച്ചും കിട്ടുള്ളൂ. രണ്ടുപേരും അങ്ങോട്ട് കൊടുക്കുമ്പോഴോ, ഒരു ഭാര്യ പറയാൻ ഇക്ക എനിക്ക് തലവേദനയാണ് എന്ന് പറഞ്ഞ ആ സമയം വീട്ടിന്റെ മുകളിൽ വിക്സ് ഇരിപ്പുണ്ടല്ലോ എടുത്തിട്ടോളൂ എന്ന് പറഞ്ഞാൽ പറ്റൂല. അങ്ങനെ പറഞ്ഞ സംഭവം കഴിഞ്ഞു. അതേ സമയത്ത് എപ്പോഴാ തുടങ്ങിയേ? ഇതിപ്പോ രാവിലെ മുതലുണ്ടോ? എന്നൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം. ഈ 2 വാക്കും തമ്മിൽ വ്യത്യാസമുണ്ട്.
ഒന്ന് അവിടെ ഇരിക്കണ മിക്സങ്ങാൻ എടുത്തിട്ട് സംഭവം അങ്ങോട്ട് മാറിക്കോളും. ഇത് പറയുമ്പോഴും അതുപോലെ ഇന്നലെ ഉണ്ടായിരുന്നു. ഇല്ലല്ലോ, നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് വെള്ളം എടുത്തൊന്ന് കുടിച്ചു നോക്ക്. അവിടെ ഒരു പിന്നെ ഗുളികയുണ്ട്, ആ ഗുളിക ഒന്ന് കഴിക്ക്. മാറിയിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ആ വാക്കിന് ഒരു സ്വാന്തനമുണ്ട്, ഒരു പീയൂഷവുമുണ്ട്. ആ വാക്കിനൊരു ഔഷധമുണ്ട് ഇല്ലേ? ഭർത്താവ് കിടക്കാൻ, അത് ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ, ഇല്ലെങ്കിൽ ആൾക്കാരെന്ത് പറയും എന്ന് പറഞ്ഞിട്ടല്ല പെങ്ങളെ മരുന്നും ഗുളികയും കൊടുക്കാനുള്ളത്. വളരെ അതപോടുകൂടി ഭർത്താവിന്റെ അരികിലേക്ക് പോയിട്ട് വെള്ളം കൊണ്ട് കൊടുത്തിട്ട് എഴുന്നേക്കിൻ, വെള്ളം അവിടെ വെക്കുക, ഗുളിക അവിടെ വെക്കുക. കിടക്കുന്ന ഭർത്താവിന്റെ ചുമരിലൊന്ന് പിടിച്ച്, ആ കയ്യിലൊന്ന് പിടിച്ച്, പെങ്ങളെ ഒന്ന് എഴുന്നേപ്പിച്ച്, നിങ്ങളെക്കാളും ആരോഗ്യം അവർക്കുണ്ട്, എന്നാലും അതൊരു സ്വാന്തനാണ്. ഒന്ന് എഴുന്നേപ്പിച്ച് ഇരുത്തി, ചാരി ഇരുത്തി, എന്നിട്ട് ആ വെള്ളവും ഗുളിക ഒന്ന് കൊടുക്കുമ്പോ ആ ഭർത്താവിനുണ്ടാകുന്നൊരു ആശ്വാസമുണ്ട്. പടച്ചോനെ, എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവള് പനിയായിട്ട് കിടക്കുമ്പോ ആ തുണിയൊന്ന് നനച്ചിട്ട് നെറ്റിത്തടത്തി ഇട്ട് കൊടുക്കുമ്പോ ഭർത്താവിനുണ്ടാവുന്നൊരു ആശ്വാസമുണ്ട്. അതൊക്കെ എൻ്റെ ഉമ്മമാരെ ചെയ്യാനുള്ളതാണ്, അതൊക്കെ ചെയ്യാനുള്ളതാണ് ഇല്ലേ? അതുകൊണ്ടാണ് അവിടെ ജീവിതത്തിന്റെ വഴികളിലൂടെ കടന്നു വരാൻ പറയുന്നത്. അതിന്റെ ഏറ്റവും നല്ല ഉദാത്തമായിട്ടുള്ള മാതൃകയാരെന്നറിയോ? അല്ലാഹുവേ, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് ബീവി റഹ്മത്ത. ഞാനിവിടെ വന്നിരുന്നപ്പോ ഹാജിയാരോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നമുക്ക് 1 മണിക്കൂർ നമുക്ക് വഅദ് പറയണം, 15 മിനിറ്റ് ഇൻഷാ അല്ലാഹ് ലേലം വിളിക്കണം, ബാക്കിയുള്ള 15 മിനിറ്റ് നമുക്ക് നല്ലതുപോലെ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പിരിയണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമുക്ക് 1 മണിക്കൂറായി, ഒരു 15 മിനിറ്റ് കൂടെ മുന്നോട്ട് പോവുകയാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ നിങ്ങളെ ഇരുത്തൂല. അല്ലാഹുവേ, ഈ മജ്ലിസിലേക്കൊന്ന് കടന്നു വന്ന മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ അല്ലാ. എന്റെ പെങ്ങന്മാരെ, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ മാധുര്യമുള്ളവരാ. 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്തത് 15 മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ ചുരുക്കുകയാണ്. അവിടെ അയ്യൂബ് നബി അവിടെ പരീക്ഷിക്കാൻ ഇബ്ലീസ് തീരുമാനിക്കുകയാ. അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ, ഈ അയ്യൂബിനെ ഞാൻ വഴിതെറ്റിച്ചു തരാ, എനിക്ക് അവസരം തരുമോ? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഞാൻ വഴിതെറ്റിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് അവസാനം അവിടെ നിന്ന് കടന്നുപോയി. ഇബ്ലീസിന്റെ അനുയായികളെ മുഴുവനും ഇബ്ലീസ് വിളിക്കുകയാ. വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ല കൂട്ടുകാരെ, ഇന്ന സ്ഥലത്ത് അയ്യൂബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം അല്ലാഹുവിനെ പിൻപറ്റി അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവനാ. അദ്ദേഹത്തിന്റെ ഈമാൻ നമുക്കൊന്ന് നഷ്ടപ്പെടുത്തി കളയാ എന്ന് പറഞ്ഞിട്ട് തോട്ടത്തിലേക്ക് പോവുകയാ. അയ്യൂബ് നബി അവിടെ നിന്ന് നിസ്കാരത്തിലാ. ആ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അയ്യൂബ് നബി സലാം വീട്ടിയ പാട് ഇബ്ലീസിന്റെ കൂട്ടുകാർ ഒരു ആലിമിന്റെ കോലത്തിൽ വന്നിട്ട് പറയാ, അയ്യൂബ് നബിയേ, നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്, നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇബ്ലീസ് വിചാരിച്ചു അയ്യൂബ് നബി എഴുന്നേറ്റ് ഓടുമെന്ന്. ആ സമയത്ത് അയ്യൂബ് നബി എന്തേ പറഞ്ഞു എന്നറിയോ? അൽഹംദുലില്ലാഹ്, പടച്ചവനെ, ഇതെന്ത് മനുഷ്യനായത്? കൃഷിത്തോട്ടങ്ങൾ മുഴുവനും, ഏക്കർ കണക്കിന് തോട്ടങ്ങൾ ഉണ്ടായിരുന്നത് മുഴുവനോ ഇല്ലാതായെന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ് പറയാണോ? പിന്നീട് അവിടെ നിന്ന് രണ്ടാമതോ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ മുഴുവനും ഒരു കെട്ടിടത്തിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ ആ കെട്ടിടം അവിടെ നിന്ന് ഇടിഞ്ഞു വീണെന്നും ചരിത്രമുണ്ട്. ഈ മക്കളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു കൊന്നെന്നും ചരിത്രമുണ്ട്. അവിടെ നിന്ന് 10 മക്കളെയും കൊന്നുകളഞ്ഞു. എന്നിട്ടോ വേദനയോടുകൂടിയിട്ട് ഇബ്ലീസ് ഓടി വരുന്നുണ്ട്. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അയ്യൂബ് നബിയെ വിളിക്കുകയാണ്, അയ്യൂബ് നബിയേ, നിങ്ങളുടെ എല്ലാ മക്കളും മരിച്ചുപോയി നബിയേ. ഒരു കുട്ടിയെങ്കിലും മരിച്ചെന്ന് പറഞ്ഞ വേദന താങ്ങാൻ പറ്റുമോ ചെറുപ്പക്കാരാ? വേദന താങ്ങാൻ പറ്റുമോ ചെറുപ്പക്കാരാ? അവിടെ നിന്ന് മക്കൾ മുഴുവനും മരണപ്പെട്ടു വന്നിറങ്ങപ്പോഴോ ഈ വാപ്പയാകുന്ന അയ്യൂബ് നബി എന്തേ പറഞ്ഞത്? അൽഹംദുലില്ലാഹ്,
അൽഹംദുലില്ലാ എന്നാണ് അവിടെ നിന്ന് പറഞ്ഞു പോയത്. കഴിഞ്ഞിട്ടില്ല, അവസാനം അതിലും അയ്യൂബ് നബി വീണിട്ടില്ല. പടച്ച റബ്ബേ, അതിലൊന്നും ഒതുങ്ങിയിട്ടില്ലെന്നറിയുമ്പോ അയ്യൂബ് നബി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അയ്യൂബ് നബിയുടെ പിന്നിലേക്ക് ചെന്നിട്ട് ഇബ്ലീസ് ഒരൊറ്റ ഊതലാണ്. ആ ഒരു ഊതലോട് കൂടിയിട്ട് അയ്യൂബ് നബിയുടെ ശരീരം മുഴുവനും ചൊറിയാൻ തുടങ്ങുകയാണ്. ഞാൻ ചുരുക്കി പറയുകയാ, ശരീരം മുഴുവനും ഇങ്ങനെ ചൊറിയുകയാണ്, ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പൊട്ടുകയാണ്. അവിടെ നിന്ന് വിളിക്കുന്നു, റഹ്മത്തേ, എന്റെ ശരീരം വേദനിക്കുന്നുണ്ട് മോളെ. എന്തോ ഒരു വെപ്രാളമാണെന്നറിയോ, എന്റെ മുതുകു ചൊറിയുന്ന റഹ്മത്തേ. പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുകൊണ്ട് പറയുമ്പോ അവിടെ നിന്നതാ ഭാര്യ വന്നിട്ട് മുതുകിങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുകയാ. ഒന്ന് മാറിപ്പോ, നിങ്ങളുടെ മുതുകു ചൊറിയാനാണോ എന്നെ കെട്ടിക്കൊണ്ട് വന്നത്? എനിക്കതിന് കഴിയൂല, വല്ല തൈലവും കാണാൻ വാരിയിട്ടോ എന്ന് പറയുന്ന ചരിത്രമല്ല. അയ്യൂബ് നബി അവിടെ നിന്ന് വിളിക്കുന്ന, റഹ്മത്തേ, ഒന്ന് വരാമോ റഹ്മത്തേ, മുതുകു ചൊറിയുന്നുണ്ട് റഹ്മത്തേ. റഹ്മത്ത് ബീവി അവിടെ നിന്ന് വന്നിട്ട് ചൊറിഞ്ഞു കൊടുക്കുകയാണ്. അവസാനം ചൊറിഞ്ഞ് 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 ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അവിടെ നിന്ന് വല്ലാത്ത ഒരു ദുർഗന്ധം വമിക്കുന്നൊരവസ്ഥയാവുകയാണ്. ദുർഗന്ധം വമിക്കുന്നൊരവസ്ഥയാവുകയാണ്. ആ സമയത്ത് രണ്ട് ഭാര്യമാരിൽ ആ രണ്ടുപേരെയും വിളിക്കുകയാണ്. ആദ്യത്തെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, എന്റെ ശരീരം മുഴുവനും നാറ്റം വെച്ചു തുടങ്ങി, ദുർഗന്ധം ഗമിച്ചു തുടങ്ങി. അതുകൊണ്ട് മോളെ, നീ പോയി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാര്യയോട് പറയുമ്പോ ആ ഭാര്യ അയ്യൂബ് നബിയെ ഒഴിവാക്കിയിട്ട് കടന്നു പോവുകയാണ്. അതേപോലെ റഹ്മത്ത് ബീവിയെ വിളിക്കുന്നുണ്ട്. ഈ കിൽത്താൻ ദ്വീപിന്റെ മണ്ണിൽ കടന്നിരിക്കുന്ന എന്റെ പൊന്നു പെങ്ങളെ, അയ്യൂബ് നബിയുടെയും റഹ്മത്ത് ബീവിയുടെയും ചരിത്രം എന്റെ ഉമ്മമാരുടെ ഹൃദയത്തിന്റെ ഉള്ളില് ഒന്ന് തുളച്ചു കയറട്ടെ പെങ്ങളെ. അവിടെ നിന്നതാ റഹ്മത്ത് ബീവിയെ വിളിക്കുകയാണ് അയ്യൂബ് നബി. വിളിച്ചിട്ട് പറയുന്നു, അല്ല റഹ്മാ, എന്റെ ആ ഭാര്യ പോയതുപോലെ എന്റെ റഹ്മത്തെ നീയും പോയി രക്ഷപ്പെട്ടോ. എന്റെ ശരീരം മുഴുവനും ദുർഗന്ധങ്ങൾ വരാ ഒരുങ്ങുകയാ. ആ സമയത്ത് അയ്യൂബ് നബിയുടെ വായിൽ ഇങ്ങനെ കൈവച്ചിട്ട് റഹ്മത്ത് ബീവി പറയാ, അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. മരിക്കുന്നത് വരെ നമ്മൾ ഒരുമിച്ചാ നമ്മൾ ജീവിക്കാ ഒരുങ്ങുന്നത്. നിങ്ങളുടെ ശരീരത്ത് കൂടെ ദുർഗന്ധം വമിച്ചാലെന്താ, ഞാൻ നിങ്ങളുടെ കൂടെയില്ലേ, ഞാൻ നിങ്ങളുടെ കൂടെയില്ലേ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ കൂടുകയാണ്. അവിടെ നിന്ന് ദുർഗന്ധം വമിക്കുകയാണ്. അയ്യൂബ് നബിക്ക് അവിടെ നിന്ന് ജോലിക്ക് പോകാൻ പറ്റാതെയാവുകയാണ്. ഉടൻ തന്നെ അവിടെ നിന്ന് റഹ്മത്ത് എന്ന് പറയുന്ന പെണ്ണ് തന്റെ ഭർത്താവിന് ഭക്ഷണം കൊടുക്കാ, തന്റെ ഭർത്താവിന് വെള്ളം കൊടുക്കാ അവിടെ നിന്ന് ഇറങ്ങുകയാ. പെങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. വീടിന്റെ അകത്തട്ടിൽ നിന്ന് സുന്ദരിയായ പെണ്ണ് റഹ്മത്ത്, നല്ല മുടിയുള്ള പെണ്ണ് റഹ്മത്ത് അവിടെ ഇറങ്ങിയിട്ട് നടക്കുന്നു. ഒരു ജോലി തരാമോ? ഈ വീടിന്റെ അകത്തട്ടിലുള്ള മുഴുവൻ ജോലിയും ഞാൻ ചെയ്യാ. അങ്ങനെ യഥാ ഒരു വീട്ടുകാര് ജോലി കൊടുക്കുകയാണ്. ജോലി കൊടുക്കുമ്പോഴാരോ പറഞ്ഞു, ജോലി കൊടുക്കുമ്പോഴാരോ പറഞ്ഞു, ആ രോഗം പിടിച്ച് കിടക്കുന്ന അയ്യൂബിന്റെ ഭാര്യയാണ് ഈ വന്നിരിക്കുന്നത്. കേട്ടപാടെ ആ വീട്ടുകാരവിടം നടിച്ചിറക്കുകയാണ്. അവിടെ റഹ്മത്ത് ബീവിക്ക് ഇറങ്ങാൻ നേരം കണ്ണു നിറഞ്ഞു. പോ പെണ്ണേന്ന് പറയുമ്പോ റഹ്മത്ത് ബീവി ഒരു ചോദ്യമാണ്, ഇന്ന് വരെ ഞാൻ ജോലി ചെയ്ത ശമ്പളം എനിക്ക് വേണ്ട. ഇന്നൊരൊറ്റ ദിവസം, ഇന്നൊരൊറ്റ ദിവസം, ഇന്നത്തെ ഒരു നേരത്തെ ഭക്ഷണം എന്റെ ഭർത്താവിന് കൊടുക്കാൻ എനിക്കൊന്ന് തരാമോ? അദ്ദേഹം ഒരു പാവമാണ്. ഇന്നത്തെ ഒരു നേരത്തെ ഭക്ഷണം തരാമോ? റഹ്മത്ത് ബീവി അവിടെ വിട്ടു ചോദിച്ചിട്ട് ആ കിട്ടിയ ഭക്ഷണവുമായിട്ട് ഓടുകയാണ്. നടക്കുന്നില്ല. എന്തിനാണ് പെങ്ങളെ ഓടുന്ന എന്നറിയോ? തന്റെ പ്രിയതമൻ അവിടെ രോഗിയാണ്. ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ലല്ലോ, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അവിടെ ഓടിച്ചെന്നിട്ട് തന്റെ ഭർത്താവിന്റെ ശരീരത്ത് ദുർഗന്ധമുണ്ട്. എന്നിട്ട് പോലും ചേർത്തിരുത്തുന്നു.
ചേർത്തിരുത്തിയിട്ട് റഹ്മത്ത് ബീവി വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുകയാണ്. ആ സമയം ചോദിക്കുന്നു, റഹ്മത്തെ ഞാൻ ഇപ്പോഴും പറയാട്, എന്റെ പൊന്നുമോളെ നീ പൊക്കോ, നീ മാറിപ്പൊക്കോ, നിനക്ക് വേണമെങ്കിൽ വേറെ ഒരു കല്യാണം കഴിച്ചോ, നിങ്ങൾ അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞിട്ട് അവസാനം അവിടെ റഹ്മത്ത് ബീവി നടക്കുകയാണ്. ഏതുവരെ എന്നറിയോ? 2 മാസത്തോളം കിലോമീറ്ററുകൾ എത്രയാണോ നടക്കാനുള്ളത്. നാട്ടുകാർ വന്നിട്ട് പറഞ്ഞ, റഹ്മത്ത് ഇവിടെ അയ്യൂബിനെ മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വലിച്ചെറിയും റഹ്മത്തെ എന്ന് പറയുമ്പോഴാരും കാണാതെ സ്വന്തം ഭർത്താവിനെ തോളത്ത് ഒരു പാണ്ടക്കെട്ടിന്റെ ഉള്ളില് തന്റെ ഭർത്താവിനെ ഇങ്ങനെ ഇടുകയാണ്. പെങ്ങളെ, ശരീരത്തിലൂടെ പുഴുക്കൾ വരുന്നുണ്ട്. ഒരു പുഴുവത അവിടെ ബഹുമാനപ്പെട്ട റഹ്മത്ത് ബീവിയുടെ മുഖത്ത് വീഴുകയാണ്. അത് വായിലേക്ക് അങ്ങ് വരുമ്പോ ആ പുഴുവിനെ എവിടെ എടുത്ത് കളയാ? തന്റെ ഭർത്താവിനെ നിലത്ത് വെച്ചില്ല. ആ പുഴുവങ്ങ് വായിൽ കയറി. ആ പുഴുവങ്ങ് വായിൽ കയറി. ആ കയറിയ പുഴുവിനെ തൊപ്പിക്കളഞ്ഞിട്ട് ഭർത്താവിനെ താഴെ വെക്കാതെ കൊണ്ടു നടന്നു ബീവി റഹ്മാ. അങ്ങനെ നടന്ന് കൊണ്ടുപോവുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചുമന്നു കൊണ്ടുപോയി ഒരു വീടിന്റെ അകത്തട്ടിൽ ചെന്നിട്ട്, ചരിത്ര സുദീർഘമാണ്, ചുരുക്കുകയാണ്. ചെന്നിട്ട് റഹ്മത്ത് ബീവി പറയാ, എന്റെ ഭർത്താവ് ഒരു പാപമാണ്, രോഗിയാണ്, ശരീരത്തിലൂടെ പുഴുക്കൾ വരുന്നുണ്ട്. ഞാൻ തുറന്നു പറയാ, എനിക്കൊരു നേരം ഇവിടെ ജോലി ചെയ്യാൻ അവസരം തരുമോ? ഒരു നേരത്തെ ഭക്ഷണം തരുമോ? ഒരു നേരത്തെ ഭക്ഷണം തരുമോ? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, മോളെ റഹ്മത്തെ നിന്റെ ഭർത്താവിനെ കൂടെ കൊണ്ടുവാ. ആ വീട്ടുകാര് പറഞ്ഞു, റഹ്മത്തെ ഭർത്താവിനെ കൂടെ കൊണ്ടുവാ. ആ സമയം പറഞ്ഞു, എങ്ങനെ കൊണ്ടുവരാനാണ്? ദുർഗന്ധമുണ്ട്, ശരീരം മുഴുവനും ദുർഗന്ധമാണ്, പിന്നെങ്ങനെ കൊണ്ടുവരാനാ? ആ വീട്ടിലുള്ള ഭർത്താവ് അവിടെ നിന്ന് കടന്നു വരുന്നതിന് മുമ്പ് ഭാര്യ കൊണ്ടുവരാൻ പറയുമ്പോ അവിടെ ഭർത്താവിന് റഹ്മത്ത് ബീവി കൊണ്ടുവന്നു. നല്ല ദുർഗന്ധമുണ്ട്. ആ വീട്ടിന്റെ ഉള്ളിലേക്ക് അങ്ങ് കടത്തിയിരിക്കുകയാണ്. പടച്ചവനെ, ദുർഗന്ധം അമിച്ചിട്ട് പോലും ആ വീട്ടിലെ പെണ്ണൊന്നും പറഞ്ഞില്ല. ഭർത്താവ് വന്നിട്ട് ചോദിച്ചു, മോളെ ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ റൂമിന്റെ ഉള്ളിൽ ചെന്നപ്പോ ശരീരം മുഴുവനും വല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന, അടർന്നു വീഴുന്ന ശരീരമുള്ള ഒരാള് അവിടെ ഇരിക്കുമ്പോ ഭാര്യയോട് പറഞ്ഞു, പെണ്ണെ നമുക്ക് ഒരുമിച്ച് ഭക്ഷണമെടുക്ക. ഈ വീട്ടുകാരൻ ആ ദുർഗന്ധമുള്ള സമയത്ത് പറയാ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഭക്ഷണമെടുക്ക എന്ന് പറയുമ്പോ ഭാര്യ രണ്ടുപേർക്കും ഭക്ഷണമെടുത്തു. റഹ്മത്ത് ബീവിയും ഈ പെണ്ണും അവിടെ ഇരുന്ന് കഴിച്ചു. അയ്യൂബ് നബിയും പ്രിയപ്പെട്ടവനും അവിടെ ഇരുന്ന് കഴിച്ചു. അവിടെ നിന്ന് യാത്ര ചെയ്യാൻ നേരം ഈ വീട്ടുകാരോട് അയ്യൂബ് നബി ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നോ? ആ സമയത്ത് അവിടെ നിന്ന് വീട്ടുകാരൻ പറയാ, എനിക്കൊരേ ഒരാഗ്രഹമേ ഉള്ളൂ, എനിക്കൊരേ ഒരാഗ്രഹമേ ഉള്ളൂ. എന്റെ ആഗ്രഹമേതെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകനായ അയ്യൂബ് എന്ന് പറയുന്ന ഒരു നബിയുണ്ട്. ആ നബിയെ ഒന്ന് കാണാൻ എനിക്ക് കൊതിയുണ്ടല്ലോ. എത്രയോ ദിവസങ്ങൾ ദുആരക്കുകയാണ്, എത്രയോ ദിവസങ്ങൾ കരയുകയാണ്. ആ പ്രവാചകനെ ഒന്ന് കാണാൻ കൊതിക്കുകയാണ്. പക്ഷേ അയ്യൂബ് നബി അവിടെ നിന്ന് പറഞ്ഞില്ല, മോനെ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് അയ്യൂബാണെന്ന് പറഞ്ഞിട്ടില്ല. അയ്യൂബ് നബി അവിടെ നിന്ന് യാത്ര തിരിക്കാൻ നേരം പറഞ്ഞു, പോകല്ലേ, ഇവിടെ താമസിച്ചോ. അയ്യൂബ് നബിയാണെന്ന് അറിയാഞ്ഞിട്ട് പോലും അവിടെ നിന്ന് താമസിക്കാൻ പറയുമ്പോ എന്റെ പെങ്ങളെ, രോഗിയായ ഭർത്താവിനെ റഹ്മത്ത് ബീവി തോളിലേറ്റുകയാണ്. റഹ്മത്ത് ബീവി തോളിലേറ്റുകയാണ്. നല്ല ഭാരമുണ്ട്, നല്ല വെയിറ്റുണ്ട്. കൊണ്ടു നടക്കുന്നു. ഒരു മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടിരുത്തിയിട്ടൊരു വീട്ടിൽ പോയി, എനിക്ക് ജോലി തരാമോ?
നിനക്കിവിടെ ജോലിയില്ല, ആട്ടിപ്പറഞ്ഞു വിടുമ്പോ ഈ വീട്ടിലെ പെണ്ണ് അങ്ങനെ നോക്കുന്ന സമയത്ത് തിരിഞ്ഞു നടക്കുന്ന റഹ്മത്ത് ബീവിയുടെ മനോഹരമായ മുടി കാണുകയാണ്. ഉടൻ തന്നെ പറയുന്നു, ഓ മോളെ റഹ്മാ, നിന്റെ മുടി എനിക്ക് മുറിച്ചു തന്നാൽ ഞാനവിടുന്ന് ഭക്ഷണം തരാമെന്ന് പറയുമ്പോ എന്റെ പെങ്ങന്മാര് പഠിച്ചോ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിശന്നിരിക്കുന്നവെന്നറിഞ്ഞ റഹ്മത്ത് ബീവി, അയ്യൂബ് നബിക്ക് ഏറ്റവും ഇഷ്ടമാണ് റഹ്മത്ത് ബീവിയുടെ മുടിയെന്ന് പറയുന്നത്. എന്നിട്ട് പോലും ആ മുടിയങ്ങ് കട്ട് ചെയ്തു കൊടുത്തു. എന്തിനാണെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാ. എന്റെ പെങ്ങളെ വലിച്ചെറിഞ്ഞില്ല, കുറ്റപ്പെടുത്തിയില്ല, കളിയാക്കിയില്ല, സങ്കടപ്പെടുത്തിയില്ല, നിങ്ങളെ കൊണ്ട് മടുത്തുവെന്ന് പറഞ്ഞില്ല, ഒന്ന് മരിച്ചിരുന്നെങ്കിലെന്ന് പറഞ്ഞില്ല. പക്ഷേ അവിടെ നിന്ന് ചേർത്ത് പിടിച്ചൊരു പെണ്ണിന്റെ പേരാണ് റഹ്മത്ത്. അതിന്റെ ഒരല്പമെങ്കിലും എത്താ ദ്വീപിന്റെ മണ്ണിലുള്ള എന്റെ ഉമ്മമാർക്കൊന്ന് കഴിഞ്ഞു പോയാല്, റഹ്മത്ത് ബീവിയെ ഒന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞാല്, ഫാത്തിമ ബീവിയെ ഒന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞാല്, ഖദീജ ബീവിയെ ഒന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞാല്, സഫിയ ബീവിയെ ഒന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞാല്, ആയിഷ ബീവിയെ ഒന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞ അതാണ് ഏറ്റവും നല്ല ഭാഗ്യം. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഉമ്മമാർ പടച്ചവനെ കുടുംബജീവിതത്തിൽ റാഹത്തോടുകൂടി കഴിയാൻ, സന്തോഷത്തോടുകൂടി ജീവിക്കാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്, തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്, തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. വളരെ ചുരുക്കിയാണ് ഞാൻ ആ ചരിത്രം പറഞ്ഞു തീർത്തിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഉമ്മമാരോടും വാപ്പമാരോടും പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. ഇൻഷാ അല്ലാഹ്